മക്കളെ, ഇന്ന് നമുക്ക് മീഠ സന്തര എന്ന പാഠത്തിലെ മീനിങ് നോക്കാം. ബിതായേ ദിൻ, ചെലവഴിച്ച ദിവസങ്ങൾ. യാദ്, ഓർമ്മ. കാങ്, കച്ചവടക്കാരി. ഗുമട്ടി, പെട്ടിക്കട. മൗസമി ഫൽ, അതാതു കാലത്തെ പഴങ്ങൾ. ബേജ്തീതി, വിറ്റിരുന്നു, വിൽപ്പന നടത്തിയിരുന്നു. സന്തര, ഓറഞ്ച്. കേല, വാഴപ്പഴം. പ്ലം, പ്ലമ്മിനെ തന്നെയാണ് പ്ലം എന്ന് പറയുന്നത്. ഉബലെ ശക്കർകന്ദ്, പുഴുങ്ങിയ മധുരക്കിഴങ്ങ്. പെപ്പർമിന്റ്, പെപ്പർമിന്റ്. പെപ്പർമിന്റ് എന്ന് പറഞ്ഞാൽ പുതിന ഇല ഒക്കെ അതിൽ പെടും പെപ്പർമിന്റിൽ കേട്ടോ. നിയമിത് ഗ്രാഹക്, സ്ഥിരം ഉപഭോക്താക്കൾ. ദുക്കാൻ, കട. ഖരീദ്ത, വാങ്ങുമായിരുന്നു. ഗബ്ഷബ്, ഗബ്ഷബ് കർത്ത എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുക, വർത്താനം പറയുക എന്നൊക്കെ പറയും, സംഭാഷണം നടത്തുക, അതന്നെ. കബി കബി, ചിലപ്പോൾ, ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെയുള്ള അർത്ഥം. പോത്തി, ചെറുമകൾ. ലൗഡ്ത്തെ സമയ്, മടങ്ങി വരുമ്പോൾ. ലൗഡ്ത്തെ സമയ്, എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരിക, തിരിച്ചു വരുന്ന സമയത്ത്, മടങ്ങി വരുന്ന സമയത്ത്. ഗുജറാത്തോ, കടന്നുപോയപ്പോൾ. ഗുജറാത്തോ, കടന്നുപോയപ്പോൾ. ഗുജറാത്തോ, കടന്നുപോയപ്പോൾ. ടഹർ ഗയ, അല്പനേരം നിന്നു. ടഹർ ഗയ, അല്പനേരം നിന്നു. മീഠ, മധുരമുള്ള. മീഠ, മധുരമുള്ള. സവാൽ, ചോദ്യം. സവാൽ, ചോദ്യം. ദുഹരായ, ആവർത്തിച്ചു. ദുഹരായ, ആവർത്തിച്ചു. ചീനി, പഞ്ചസാര. ചീനി, പഞ്ചസാര. മസാക്, തമാശ. മസാക്, തമാശ. പവ്വ എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം. പവ്വ എന്ന് പറഞ്ഞാൽ കാൽ ഭാഗത്തിനെയാണ് പവ്വ എന്ന് പറയുന്നത്. പൗന എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗമാണ് കേട്ടോ. പൗന അതോടെ പറഞ്ഞിട്ടില്ല. പൗന എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗത്തിനെയാണ് പൗന എന്ന് പറയുന്നത്. സവ എന്ന് പറഞ്ഞാലും കാൽ ഭാഗമാണ് കേട്ടോ. പൗന എന്ന് പറയുന്നതാണ് മുക്കാൽ ഭാഗത്തിനെയാണ് പൗന എന്ന് പറയുക. പൗന, പൗന എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം. കാൽ ഭാഗത്തിന് പവ്വ എന്നത് കൂടാതെ സവ എന്ന് കൂടെ പറയും. സവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽ ഭാഗം. കാലിന് പറയുന്ന പേരാണ് സവ. സവ, കാൽ, പൗന, മുക്കാൽ. ഡേട്ട് 1.5, ടായി 2.5. ഓക്കെ. സ്യാദ പറഞ്ഞാൽ കൂടുതൽ. സ്യാദ, കൂടുതൽ. സ്യാദ, കൂടുതൽ. ഉംഗലിയാം, കൈവിരലുകൾ. ഉംഗലിയാം, കൈവിരലുകൾ. സരൂർ, തീർച്ചയായും. സരൂർ, തീർച്ചയായും. ഷിലോങ്, ചോട് ദിയ. ഷിലോങ് വിട്ടുപോയി. ഷിലോങ് വിട്ടിട്ട് അവിടെ നിന്ന് ഷിലോങ് എന്ന നാട് വിട്ടുങ്ങാണ്ട് വേറെ നാട്ടിലേക്ക്, വേറെ ദേശത്തിലേക്ക് പോവുക. ബർസോ, വർഷങ്ങളോളം. ലഘുബഗ്, ഏകദേശം. ലഘുബഗ്, ഏകദേശം. സാൽ, വർഷം. സാൽ, വർഷം. മിൽനെ, കാണാൻ. പഹുഞ്ച, എത്തി. ഉസി ജഗ, അതേ സ്ഥലത്ത്. ഉസി ജഗ, അതേ സ്ഥലത്ത്. മഗർ, പക്ഷേ. നസർ നഹി ആയി, കാണാൻ കഴിഞ്ഞില്ല. നസർ നഹി ആയി, കാണാൻ കഴിഞ്ഞില്ല. പതാ ചല, മനസ്സിലാക്കാൻ കഴിഞ്ഞു. പതാ ചല, മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാനി, മുത്തശ്ശി, അതായത് അമ്മമ്മ. അമ്മമ്മയാണ് നാനി. ദാദി പറഞ്ഞാൽ അച്ചമ്മ. ഗ്യാൽസേ, ഉദ്ദേശത്തോടെ. ഗ്യാൽസേ, ഉദ്ദേശത്തോടെ. പ്രശൻ,
ചോദ്യം. നാരാസ് ഹോക്കർ ദേഷ്യപ്പെട്ട്. പുരാന പഴയ. സവാൽ ഉച്ചാല ചോദ്യമുയർത്തി. മുസ്കാൻ പുഞ്ചിരിയോടെ. മുസ്കരാക്കർ പുഞ്ചിരിയോടെ. ഹസ്തേ ഹുയേ ചിരിക്കാൻ തുടങ്ങി. ഉസ്കി തരഫ് ബഡാ ദിയേ അവളുടെ നേരെ നീട്ടി. ബഡാ ദിയെ നീട്ടി. അവളുടെ നേരെ നീട്ടി. ഉസ്കി തരഫ് ബഡാ ദിയേ അവളുടെ നേരെ നീട്ടി. ഇൻകാർ കർ ദിയ നിരസിച്ചു. എന്ന് പറഞ്ഞാൽ നിരസിച്ചു. ഷായത് ഒരു പക്ഷേ. പഹ്ചാൻ ലിയാദ തിരിച്ചറിഞ്ഞു. പരിമാലാക. നന്നീസി ലടുക്കി കൊച്ചു പെൺകുട്ടി. അത്രയാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ മീനിങ് ഉള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മീനിങ് നിർബന്ധമായിട്ടും പഠിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മീനിങ് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മീനിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മീനിങ് നന്നായിട്ട് വായിച്ചും എഴുതിയും പഠിക്കുക.